ശ്രമിച്ചിട്ട് മീൻ കറി ഒട്ടും തിക്കാവുന്നില്ലേ? എന്നാൽ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഈ മെത്തേഡിൽ ട്രൈ ചെയ്താൽ കറി നല്ല തിക്കും നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു പിഞ്ച് കടുകും പിന്നെ വെന്തയം 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് നന്നായി നമുക്കൊന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം ചെറുള്ളി ഒരു 100 ഗ്രാം ഇടുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഒരു 6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് കുക്കായതിന് ശേഷം ഞാനിവിടെ കത്തിരിക്ക യൂസ് ചെയ്യുന്നുണ്ട്. കത്തിരിക്ക പകരമായിട്ട് നിങ്ങൾക്ക് വെണ്ടക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി കുക്കായതിന് ശേഷം മാത്രം ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈമിലായിട്ട് ഞാൻ പറഞ്ഞ ടിപ്പ് ഇതാണേ, നമുക്കൊരു അരമൂടി തേങ്ങയും ഒരു 4 തക്കാളിയും കൂടി നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഞാനിവിടെ പുളിവെള്ളം ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് പിഴിഞ്ഞൊഴിച്ചത്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായി പിഴിഞ്ഞ് അവിടെ ഇരുന്നോട്ടെ. ഈ ടൈമിൽ നമ്മുടെ മസാല എന്തായെന്ന് നോക്കാം. തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മാക്സിമം ഓരോ മസാല ഇട്ടാലും നമ്മൾ നന്നായി ടൈം എടുത്ത് അത് കുക്ക് ചെയ്യണേ. പിന്നെ അതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കൂടുതൽ ഇട്ടതിൻ്റെ പേരിലാണ് ഞാൻ മുളക് പൊടി 2 സ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതും കൂടിയിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നന്നായി കുക്കായതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ആക്കരുത്. വെള്ളം ഒരുപാട് ഒഴിച്ചാൽ ഗ്രേവി നല്ലൊരു ലൂസ് പരുവത്തിലാവും, ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു പിഞ്ച് സോൾട്ട് ഇടണേ. ആ പുളിപ്പും എരിവും എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഒരു പിഞ്ച് അതിൽ കൂടരുത്. നമുക്ക് അടച്ച് വെച്ച് നന്നായി 1-2 തിള വന്നതിന് ശേഷം നമ്മുടെ അടിപൊളി കുഞ്ഞമ്മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയിലയോ ജിലേബിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മീനും കൂടിയിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പച്ചക്കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഏതാണ് വേണ്ടതെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യാം കേട്ടോ. താങ്ക്